ഒട്ടനേകം ക്രിസ്തീയ സഭകളിലും ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല എന്നത് ദുഃഖകരമായൊരു സത്യമാണ്. അതിനായി ചുമതലപ്പെട്ടവർ കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി തങ്ങളുടെ ജോലി തീർക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആടുകൾ ഇന്ന് അലഞ്ഞു തിരിയുകയാണ്. ചിലതിനൊക്കെ മുറിവേറ്റിരിക്കുന്നു, ചിലത് ബലഹീനമായിരിക്കുന്നു, ഇനിയും ചിലത് ദീനം പിടിച്ചിരിക്കുന്നു. എന്നാൽ അവയെ അന്വേഷിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. ജീവ സന്ദേശത്തിലേക്ക് സ്വാഗതം. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ ഏൽപ്പിച്ച ഇടയന്മാരോട് ദൈവം ഇടപെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ആടുകളോട് യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലാത്ത സ്വാർത്ഥ തൽപരരായ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് തൻ്റെ ആടുകളെ വീണ്ടെടുക്കാൻ പോവുകയാണെന്ന് ദൈവം ഇവിടെ അരുളി ചെയ്യുന്നു. നല്ല ഇടയനായ താൻ തന്നെ തൻ്റെ ജനത്തെ മേയ്ക്കുവാൻ പോകുന്ന സദ്വാർത്തയാണ് ദൈവത്തിന് ജനത്തെ അറിയിക്കുവാനുള്ളത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യെഹെസ്കേൽ പ്രവചനം 34 35 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യെരുശലേമിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിലെ കള്ളപ്രവാചകന്മാർ ഇതുമൂലം നുണയന്മാർ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. യെഹെസ്കേൽ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിന് ഈ കള്ളപ്രവാചകന്മാരോട് ചിലത് പറയാനുണ്ട്. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായത്തിലേക്ക് നാം വന്ന് അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാരെക്കുറിച്ച് പ്രവചിക്കുക. നീ പ്രവചിച്ച് അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. ഈ കാര്യങ്ങൾ യെഹെസ്കേൽ അല്ല പറയുന്നത്, മനസ്സിലായല്ലോ, ദൈവമാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയട്ടെ, ക്രിസ്തീയ പ്രവർത്തനം ഒരിക്കലും ഒരു വികസന പ്രവർത്തക സംഘം മാത്രമായിരിക്കരുത്. അത് ജനത്തിന് ആവശ്യമായത് നൽകേണ്ടതുണ്ട്. അതെ, ദൈവത്തിൻ്റെ വചനം നൽകണം. ആദ്യം ജനത്തിന് എന്തെങ്കിലും നൽകാതെ അവരിൽ നിന്നും ദാനങ്ങൾ സ്വീകരിക്കാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല എന്നത്രേ ഞാൻ കരുതുന്നത്. നമുക്ക് തന്നെയും അനുഗ്രഹം നൽകുന്ന ശുശ്രൂഷകളെ നമുക്ക് സഹായിക്കാൻ കഴിയണം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവനാമ മഹത്വത്തിനായി എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദൈവിക ശുശ്രൂഷയുടെ പ്രവൃത്തി എപ്പോഴും പണം യാചിക്കുക എന്നതല്ല, ദൈവവചനം നൽകുക എന്നതാണ്. അതും നൽകപ്പെട്ട ആ ദൈവവചനം എപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയഭാരം പങ്കുവയ്ക്കുക എന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ പ്രഥമമായ ലക്ഷ്യം. അത് സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ സമർപ്പണത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരങ്ങൾ ഉയർത്തി മുമ്പോട്ട് വരിക തന്നെ ചെയ്യും, സംശയമില്ല. അങ്ങനെ ഒരു മുന്നേറ്റമാണ് ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ഇസ്രായേലിൻ്റെ ഇടയന്മാർ ആടുകൾക്ക് ആഹാരം നൽകിയില്ല. കള്ളപ്രവാചകർക്കുള്ള ദൈവത്തിൻ്റെ വിമർശനം ഇതായിരുന്നു. അവർ ജനത്തിന് ദൈവവചനം നൽകിയിരുന്നില്ല. നാം ഒരു ശുശ്രൂഷയെ വിലയിരുത്തേണ്ടതിനുള്ള മാനദണ്ഡം ഇന്നും ഇതത്രയെന്ന് ഞാൻ കരുതുന്നു. 4 വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ
ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. നാം എല്ലാവരും ഇന്ന് ആവശ്യക്കാരാണ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാകും. ഒരു സഭാ ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ വചനം നൽകുന്നില്ലെങ്കിൽ അവൻ ജനത്തെ ശുശ്രൂഷിക്കുന്നില്ല, മറിച്ച് ജനത്തെ ചൂഷണം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം നാം തീർച്ചയായും നൽകണം. ഞാൻ പറഞ്ഞല്ലോ, അനേകം സഭകളിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. അതിനായി ചുമതലപ്പെട്ടവർ കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തി തങ്ങളുടെ ജോലി തീർക്കുകയാണ് ചെയ്യുന്നത്. പരിതാപകരമായൊരവസ്ഥ. ആടുകൾ ഇന്ന് അലഞ്ഞു തിരിയുകയാണ്. ചിലത് മുറിവേറ്റിരിക്കുകയാണ്, ചിലത് ബലഹീനമായിരിക്കുന്നു, മറ്റു ചിലതിന് ദീനം പിടിച്ചിരിക്കുന്നു. എന്നാൽ അവയെ അന്വേഷിപ്പാൻ ആരുമില്ല. അതെ, പ്രവാചകൻ്റെ സമയത്തെ അതേ സ്ഥിതിവിശേഷം നമുക്ക് ഇന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇടയനില്ലായ്കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സഭയിൽ ജനത്തിന് ദൈവവചനത്തിൻ്റെ പോഷണം നൽകിയില്ലെങ്കിൽ അവർ ചിതറിപ്പോകും. അവർക്ക് ആഹാരം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും അവർ പോകും. പലപ്പോഴും ചെന്ന് ചാടുന്നത് ഏതെങ്കിലും ദുരുപദേശ സമൂഹത്തിലായിരിക്കും. നമ്മുടെ കയ്യിൽ ശരിയായ ഉപദേശമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. അത് മനസ്സിലാക്കേണ്ട വിധം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി സഭാ ശുശ്രൂഷകർക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകൾ പോയി എന്ന് കണ്ട് അവരെ വിമർശിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം ആടുകൾക്ക് ആഹാരം ആവശ്യമാണ്. ഇവിടെ ഇടയന്മാർ ഇല്ലായിരുന്നു എന്നതായിരുന്നില്ല പ്രശ്നം. അവർ ഇടയൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന യഥാർത്ഥ ഇടയന്മാർ അല്ലായിരുന്നു എന്നതായിരുന്നു പ്രശ്നം. അവർ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നില്ല. അവർ കള്ളപ്രവാചകന്മാരായിരുന്നു. തുടർന്ന് അവരെക്കുറിച്ച് ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. എന്നാണ് ഇടയനില്ലായ്ക കൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ചയായി പോകുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായിത്തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. ദൈവം ഈ കള്ള ഇടയന്മാരെ പിടികൂടിയിരിക്കുകയാണ്. അവൻ പറയുന്നു, ഞാൻ അവർക്ക് എതിരായിരിക്കുന്നു. ഏതൊരു പാപത്തെയോ പാപിയേക്കാളോ അധികം ഞാൻ അവർക്കെതിരായിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എൻ്റെ ആടുകൾ കവർച്ചയായി പോയതിന് ഞാൻ അവരെ ഉത്തരവാദികളാക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇതത്രേ ദൈവം പ്രവാചകന്മാരോട് പറയുന്നത്. അതായത് ഇനിയും ജനത്തിൻ്റെ ചെലവിൽ നേട്ടമുണ്ടാക്കാനുള്ള അവസരം അവർക്ക് അധികം നാൾ ലഭിക്കയില്ല എന്ന് ദൈവം പറയുന്നു. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അടുത്ത ഭാഗത്തേക്കുള്ളൊരു മാർഗദ്വീപമാണ്. ദൈവത്തിൻ്റെ ശരിയായ ഇടയനിലേക്ക്, അതെ, ദൈവം തന്നെ തൻ്റെ ജനത്തിന് അഭയവും മധ്യസ്ഥനുമാകാൻ പോകുന്നു. ശ്രദ്ധിച്ചാട്ടെ 11-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞ് നോക്കും. എത്ര ആശ്ചര്യകരമായിരിക്കുന്നല്ലേ? ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ഇടയൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. ഇവിടെ പ്രവാചകൻ പറഞ്ഞത് ക്രിസ്തു വരുമെന്നത്രേ. അതെ, അവൻ വീണ്ടും വരാൻ പോവുകയാണ്. കാരണം ഈ ഭൂമിയിലെ അവൻ്റെ ഇടയ പരിപാലനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായിട്ടില്ല. ഇപ്പോൾ നാം ഭാവിയിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ്.
പ്രവാസത്തിൽ കഴിയുന്ന, അടിമകളായി കഴിയുന്ന ഇസ്രായേൽ മക്കളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇവ. അവർ അവനെ കേൾക്കേണ്ടിയിരിക്കുന്നു. അവൻ ഇടയനാകുന്നു, നല്ല ഇടയൻ, വലിയ ഇടയൻ, ആടുകളുടെ ശ്രേഷ്ഠ ഇടയൻ. അവൻ പറയുന്നു, ഞാൻ എൻ്റെ ആടുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കുമെന്ന്. 23-ാം സങ്കീർത്തനം നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. അവിടെ ദാവീദ് പറഞ്ഞ്, യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന്. ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്ന കാര്യം ഞാൻ എന്ന പ്രയോഗത്തോടുള്ള ആശ്ചര്യകരമായ ദൈവത്തിൻ്റെ പ്രസ്താവനകളാണ്. ഞാൻ എന്നുള്ള പ്രയോഗം ഈ ഭാഗത്ത് എത്രയുണ്ട്? 11 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അത് ചെയ്യും എന്ന് 18 പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട്. നല്ല ഇടയൻ ഒരിക്കൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. പിന്നെയും ആ ഇടയൻ പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന്. ആശ്ചര്യവാനായ എൻ്റെ ഇടയൻ പറഞ്ഞത് അതാണ്. ആ ഇടയൻ്റെ പ്രവൃത്തി നോക്കൂ. 12-ാം വാക്യം, ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു. അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല ദേശങ്ങളിലും നിന്ന് അവയെ വിടുവിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നല്ല ഇടയൻ നമ്മുടെ ഇടയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന്. അവർ എന്തുകൊണ്ടാണ് അവൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് 2 കാരണങ്ങളുണ്ട്. അവൻ അവരെ വിളിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, അവൻ്റെ ആടുകൾ അവനെ അറിയുന്നു എന്നുള്ളതാണ്. അവർ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവർ അവനെ അറിയുന്നു. അതെ, നമ്മുടെ ഇടയൻ എത്ര ആശ്ചര്യവാനാണെന്ന് നോക്കൂ. 13-ാം വാക്യത്തിൽ, ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. ഈ ഇടയൻ ഭാവിയിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് പറയുകയാണ്. കള്ളപ്രവാചകന്മാരുടെ വാക്ക് കേട്ടതിനാലും തങ്ങളുടെ തന്നെ പാപം മൂലവും ഇപ്പോൾ അവർ അടിമത്വത്തിലാണ്. എന്നാൽ അവൻ പറയുന്നു, ഇപ്പോൾ ഞാൻ അവരോട് കൂടെയില്ല, എന്നാൽ ഞാൻ അവരെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടില്ല. സഹസ്രാബ്ദ വാഴ്ചയിൽ വിശ്വസിക്കാത്തവർ യെഹെസ്കേലിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ ഞാൻ എറിഞ്ഞു കളഞ്ഞിട്ടില്ല എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞേനെ. എൻ്റെ ജനത്തെ അവരുടെ ദേശത്തേക്ക് മടക്കി വരുത്താനായി ഞാൻ ഏകാഗ്രചിത്തനായിരിക്കുന്നു എന്ന് 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനൊന്ന് വായിക്കാം 14-ഉം 15-ഉം വാക്യങ്ങൾ. നല്ല മേച്ചൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും, ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടം ആയിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. തൻ്റെ ആടുകൾക്കായി ഇടയൻ എത്ര കരുതൽ ഉള്ളവനാണെന്ന് നോക്കൂ. അവൻ അവയെ നല്ല മേച്ചിൽപ്പുറത്ത് തീറ്റും. അവർ കിടക്കുമ്പോൾ സുരക്ഷിതരായിരിക്കും. തീർച്ചയായും ഇതൊരു ഭാവികാല അനുഭവമാണ്. ഇന്ന് ഇസ്രായേൽ ദേശം സുരക്ഷിതമായി കിടക്കുന്നില്ലെന്ന് നാം കാണുന്നില്ലേ? എന്നും പ്രശ്നമില്ലേ? വാർത്താമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. ഇടയന് ഒരാട് നഷ്ടപ്പെടുമ്പോൾ അവൻ അതിനെ തേടിച്ചെന്ന് കണ്ടെത്തി ഇസ്രായേൽ ജാതിക്ക് വേണ്ടി അവനത് ചെയ്യുന്നതാണ്. ഇന്ന് സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ കർത്താവ് അത് ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ പറഞ്ഞത് ഓർക്കുന്നില്ലേ? 100 ആടുണ്ടായിരുന്ന ഇടയന് ഒരാട് നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയി. ആ ഇടയൻ എന്താണ് ചെയ്തത്? അവൻ ഇങ്ങനെ പറഞ്ഞോ, ശരി, ഒരു കൊച്ചു കുഞ്ഞാട് അത് എവിടേക്കോ ഓടിപ്പോയി,
അത് പോട്ടെ, തന്നെയുമല്ല ഈ 99 എന്നത് നല്ല ചന്തമുള്ള ഒരു നമ്പറല്ലേ, അത് മതി. ഇല്ല, ആ ഇടയൻ പറഞ്ഞു, എത്ര ഊനമുള്ളതാണെങ്കിലും 100 ആടിനെയും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടു, ആ 100 ആടിനെയും കൊണ്ടേ ഞാൻ തിരികെ പോകൂ. നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന ഈ നിസാര മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. കാരണം 100 കൊണ്ട് എൻ്റെ കർത്താവ് ഇറങ്ങിയാൽ 100 കൊണ്ടേ അവൻ തിരിച്ചു വരും. അത് ഞാൻ വളരെ മിടുക്കനായ ഒരാളായതുകൊണ്ടല്ല. ഞാൻ അവിടെ പോകുന്നത് എനിക്ക് വളരെ ആശ്ചര്യവാനായ ഒരു ഇടയനെ കിട്ടിയത് കൊണ്ടാണ്. നഷ്ടപ്പെടുന്ന ആടിനെ തേടി കണ്ടുപിടിക്കുന്ന ഇടയൻ, അത്ഭുതവാനായ ഒരു ഇടയൻ. അവൻ പറയുന്നു, ഞാൻ തന്നെ അത് ചെയ്യും എന്ന്. പിന്നെയും പിന്നെയും അവനത് ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോ? നാം ഈ നല്ല ഇടയൻ്റെ സംരക്ഷണത്തിനുള്ള ഒരു ആടായി തീർന്നിട്ടുണ്ടോ? യേശുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതാണ് അതിനുള്ള സമയം. 20-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ഇത് വളരെ പ്രത്യേകതകളുള്ളതാണ്. ദൈവം ഇവിടെ ഒരു തരംതിരിക്കൽ നടത്താൻ പോവുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ കോതമ്പിനിടയിൽ വളരുന്ന കളയെക്കുറിച്ചുള്ള ഒരു ഉപമ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു, എന്നാൽ ഒരു ശത്രു വന്ന് നല്ല വിത്തിനിടയിൽ കള വിതച്ചു. ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ യജമാനൻ്റെ ദാസൻ വന്ന് അവനോട് പറഞ്ഞു, നമുക്ക് പോയി ആ കളയൊക്കെ അങ്ങ് പറിച്ചു കളയാമെന്ന്. പക്ഷേ ആ കൃഷിക്കാരൻ പറഞ്ഞു, വേണ്ട വേണ്ട, തൽക്കാലം അത് ഇവിടെ നിൽക്കട്ടെ, കോതമ്പും കളയും ഒരുമിച്ച് വളരട്ടെ, ഞാൻ അതിനെ വേർതിരിച്ചോളാം. ഈ വേർതിരിക്കൽ എന്നത് കർത്താവിൻ്റെ ജോലി ആയതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അത് അവൻ്റെ പ്രവൃത്തിയാണ്. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഇന്നാരും ഒക്കെ വിശ്വാസിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു. കാരണം അതെൻ്റെ കാര്യമല്ല, അത് കർത്താവിൻ്റെ കാര്യമാണ്. തനിക്കുള്ളവൻ ആരെന്ന് അവൻ അറിയുന്നു. പുറമേയുള്ള ഭാവമല്ല, പിന്നെയോ അകമേ എങ്ങനെ ഇരിക്കുന്നു എന്ന് അവന് മാത്രമേ അറിയൂ. പുറമേയുള്ള ഭാവം മാത്രമേ എനിക്കറിയാൻ കഴിയൂ. ഈ പുറന്തോടിനുള്ളിലെ യഥാർത്ഥ മുഖം കാണാൻ കർത്താവിന് മാത്രമേ സാധിക്കൂ. നീ എനിക്കുള്ളവനെന്ന് ക്രിസ്തു നിങ്ങളെ നോക്കി പറയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. 21ഉം 22ഉം വാക്യങ്ങൾ, ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. അവ ഇനിയും ഇരയായി തീരുകയില്ല. ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. എങ്ങനെയാണ് ദൈവം ഈ വേർതിരിക്കൽ നടത്തുന്നത്? ബലഹീനമായതിനെ പീഡിപ്പിക്കുന്ന ഇടയന്മാരുടെ ആ സ്വഭാവമുള്ളവരാണ് ദുഷ്ട ആടുകൾ. ഈ ദുഷ്ടത തുടരുവാൻ ദൈവം അവനെ അനുവദിക്കുകയില്ല. പീഡിപ്പിക്കപ്പെടുന്നതിനെ അവൻ സംരക്ഷിക്കുകയും ആക്രമിക്കുന്നതിനെ അവൻ ന്യായം വിധിക്കുകയും ചെയ്യും. 23ഉം 24ഉം വാക്യങ്ങൾ, അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവും ആയിരിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായി ആടുകളെ ന്യായം വിധിച്ചതിന് ശേഷം ദൈവം ഒരു പുതിയ ഇടയനെ അവർക്കായി നിയമിക്കുന്നതാണ്. ഇവിടെ ദൈവം രക്ഷിച്ച് കൂട്ടിച്ചേർക്കുന്ന ഇസ്രായേൽ ജാതി എന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ ആ ഇടയൻ ആരായിരിക്കും? അനേകരും ചിന്തിക്കുന്നത് ഇവിടെ എൻ്റെ ദാസനായ ദാവീദ് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നത്രേ. അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. കർത്താവിനെ നല്ല ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അതാണ് വിശേഷിപ്പിക്കുന്നത്. നല്ല ഇടയനായ കർത്താവ്. കർത്താവ് ദാവീദിൻ്റെ വംശാവലിയിൽ വന്നവനുമാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം അത് കാണുന്നു.
എന്നിരുന്നാലും യെഹെസ്കേൽ ഇവിടെ പറയുന്നത് അക്ഷരികമായി ദാവീദ് രാജാവിനെക്കുറിച്ചല്ല എന്ന് 34 അധ്യായത്തിൻ്റെ 23 വാക്യം അവകാശപ്പെടുന്നില്ല. ഇസ്രായേലിൻ്റെ നിത്യഭവനം ഈ ഭൂമി ആയിരിക്കുമെന്നും അവനെ നിത്യത മുഴുവൻ ഭരിക്കുന്നത് ദാവീദ് ആയിരിക്കും എന്നുമത്രേ എൻ്റെ ഉറച്ച ബോധ്യം. അവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ റീജൻ്റായി ഭരണം നടത്തുന്നതാണ്. ഈ സമയം സഭ കർത്താവിനോടൊപ്പം പുതിയ യെരുശലേമിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സഭയെ ചേർക്കാൻ താൻ പിന്നെയും വരുമെന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിത്യതയിൽ കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ നാമും ഒപ്പമുണ്ടാകും. പക്ഷേ അത് കേവലം ഒരു സന്ദർശനം മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ പെടാപ്പാട് പെട്ട് വലിയ കെട്ടിടങ്ങളോ വസ്തുവകകളോ ഒക്കെ സമ്പാദിച്ച് വാങ്ങിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളത് കളയുകയും വേണ്ട. കാരണം താങ്കൾക്ക് അത്രയൊന്നും ഇവിടെ ആവശ്യം വരില്ല എന്നതുകൊണ്ടാണ് വാങ്ങിക്കൂട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഉയരത്തിലേക്ക്, അതെ, നിങ്ങളുടെ നിത്യപാർപ്പിടത്തിനായി നല്ലൊരു കെട്ടിടം സ്വർഗത്തിൽ പണിയേണ്ടതിനായി ധാരാളം വസ്തുക്കൾ ഇവിടെ നിന്ന് അയക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം ഉറപ്പാക്കുക. അല്ല, അങ്ങനെ ഒരു പാർപ്പിടത്തെക്കുറിച്ചുള്ള ചിന്തയോടും പ്രത്യാശയോടുമാണോ നിങ്ങൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ആ പണി ഭംഗിയായിട്ട് അവിടെ നടന്നുകൊള്ളും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 25 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അവയോടൊരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഇസ്രായേൽ ദേശവും അവിടുത്തെ ജനങ്ങളും തിരുവചനത്തിൽ ഒരുമിച്ച് പോകുന്നു എന്നത് വളരെ രസകരമായിരിക്കുന്നില്ലേ? അവർ ദേശത്ത് പാർക്കുകയും അനുഗ്രഹം അനുഭവിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവർ ദൈവത്തോട് നല്ല ബന്ധത്തിലായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. 28 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല, കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല, അവർ നിർഭയമായി വസിക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. അതെ, ഒരു ദിവസം വരാൻ പോകുന്നു, അന്ന് ഇസ്രായേൽ ജാതി ഈ ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല. ഇന്നവർ അങ്ങനെയാണ്. എന്നാൽ ദൈവം പറയുന്നു, ഞാനത് ചെയ്യും. അവൻ ഇങ്ങനെ പറയുമ്പോൾ താൻ അത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. 35 36 അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അവർ ആ ദേശത്ത് സമാധാനത്തോടെ യഥാസ്ഥാനത്ത് ആകുന്നതിന് മുമ്പായി 2 കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഏദോം ന്യായം വിധിക്കപ്പെടണം. ഇസ്രായേലിൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ന്യായം വിധിക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും വേണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ ഏദോമിനെക്കുറിച്ച് പ്രവചിച്ചിരുന്ന ന്യായവിധി നടന്നു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കെതിരെയുള്ള ന്യായവിധികൾ ഇനിയും നടക്കാനായി ശേഷിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 35 അധ്യായത്തിലെ വിഷയം ഏദോമിൻ്റെ അഥവാ സെയീരിൻ്റെ ന്യായവിധിയും അതിൻ്റെ ഉന്മൂലനാശവുമാണ്. ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുന്നതിന് മുൻപ് ഇത് സംഭവിച്ചിരിക്കണം. ഏദോമിനെക്കുറിച്ചാണ് 35 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പെട്ര എന്നറിയപ്പെട്ട പാറയിൽ പണിതൊരു പട്ടണമുണ്ടായിരുന്നു. ഇന്നും ആ പട്ടണം അവിടെയുണ്ട്. പക്ഷേ ആ സ്ഥലത്തേക്കാൾ വിജനമായ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ട് എന്ന് പറയുവാൻ എനിക്ക് സാധിക്കില്ല. അത്രമാത്രം വിജനമായ സ്ഥലമാണത്. 5 വാക്യത്തിൽ വരുമ്പോൾ അവരെ ന്യായം വിധിക്കുന്നതിനുള്ള കാരണം ദൈവം പറയുകയാണ്. ഏദോം ഏശാവിൽ നിന്നും ഉത്ഭവിച്ച വംശമാണെന്നറിയാമല്ലോ. ഏശാവ് യാക്കോബിൻ്റെ ബദ്ധവൈരിയുമായിരുന്നല്ലോ. മിക്കവാറും ഇസ്രായേല്യർക്കുണ്ടായിരുന്നതിലധികം, ഏറ്റവും അധികം അവരെ വേദനിപ്പിച്ചതും ഏദോമ്യരാകാം. ഇന്ന് ഈ ലോകത്തിൽ ഏദോം പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ ശത്രുവിനെയാണ്. ആ ശത്രു അന്ത്യനാളുകളിൽ എതിർക്രിസ്തുവിൻ്റെ പിൻപിൽ ദൈവത്തിനെതിരായി നിൽക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. 35 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഏദോമിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പ്രവാചകൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ. എന്തുകൊണ്ടായിരിക്കും അവൻ ഇത് ഇവിടെ വീണ്ടും സൂചിപ്പിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത്
ദൈവത്തിന് ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഒരു കൃത്യമായ പദ്ധതി ഉണ്ട് എന്ന് കാണിക്കുവാൻ ദൈവം പ്രവാചകനിലൂടെ ഇത് വിവരിക്കുന്നതാണ്. അവരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദേശത്തേക്ക് മടക്കി കൊണ്ടുവരേണ്ടതുണ്ട്. സമാധാനത്തോടെ അവരെ ആ ദേശത്ത് ആക്കും. എന്നിരുന്നാലും അവരുടെ ശത്രുക്കൾ അവിടെ കാണും. ദൈവം അവരെ ന്യായം വിധിച്ചേ മതിയാകും. തൻ്റെ ജനം ദൈവത്തെ ആരാധിച്ചും സമാധാനത്തോടും അനുഗ്രഹത്തോടും ആ ദേശത്ത് വസിക്കുന്നുണ്ടാകും. എത്ര മഹത്തായ ഒരു ഭാവിയാണ് തൻ്റെ ജനത്തിന് മുൻപിൽ ഉള്ളത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമും അതിമഹത്തായ ഒരു ഭാവിയിലേക്കാണ് നീങ്ങുന്നത് എന്നോർക്കണം. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ഭാവി സ്വപ്നം കണ്ടുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ദൈവത്തെ സേവിച്ചും സ്നേഹിച്ചും മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തൻ്റെ ജനത്തിൻ്റെ തകർച്ചയുടെ മധ്യേ അവരെ ദ്രോഹിച്ചവരെ ദൈവം ഓർമ്മിച്ചു വയ്ക്കുകയും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാതെ പോകാൻ തരമില്ല. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നും, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്നും തിരുവചനം പറയുന്നതിൻ്റെ കാരണം നാം ഇവിടെ കാണുന്നു. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് ദൈവം പറയുമ്പോൾ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാകുന്നു കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്.